ഹലോ, ഹാൾട്ടറിനൊക്കെ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് എങ്ങനെ ചെയ്യാൻ പോണേ എന്നാണ് ഇന്ന് നോക്കാൻ പോണേ. ന്യൂസ് പേപ്പറിലാണ് ഞാൻ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് തീരെ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ A4 ഷീറ്റിൽ എങ്ങനെയാണ് കറക്റ്റ് അളവ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് നമ്മൾ ബാക്കി മെഷർമെൻറ്റ് മൊത്തം ചെയ്യാൻ പോണേ. അതിന് മുന്നേ നമ്മൾക്ക് ബാക്കിലോട്ട് നമുക്ക് ടൈ ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ നമ്മൾക്ക് അവിടെ ഹുക്ക് വെച്ചിട്ടും യൂസ് ചെയ്യാം. 3.5 ഇഞ്ചാണ് അതിൻ്റെ ഒരു നീളം എടുത്തിട്ടുള്ളത്. അതാണ് ഈ വരച്ചിട്ടുള്ളത്. അതിൻ്റെ നീളം ഞാൻ ഇവിടെ തന്നെ എഴുതി തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ലൈനില്ലേ, അവിടെ നിന്ന് മുതലാണ് നമ്മളുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് താഴോട്ട് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. മേലത്തെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്മോൾ സൈസുള്ള പേർക്ക് ഈ സെയിം മെഷർമെൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഇത് ഡീപ്പ് നെക്ക് ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ കറക്റ്റ് ഷോൾഡർ തന്നെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ സ്കെയിലായിട്ട് ജസ്റ്റ് വരയ്ക്കുന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇതേപോലത്തെ മെഷർമെൻറ്റ് നമുക്ക് ന്യൂസ് പേപ്പറിൽ എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഷോൾഡറിൻ്റെ മാർക്കിംഗ് ആണ്. അത് നമ്മൾ 6.5 ആണ് എടുത്തിട്ടുള്ളത്. അതേ സെയിം തന്നെ നമുക്ക് ആം റൗണ്ടിനും നമുക്ക് സെയിം തന്നെ വരയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആം റൗണ്ടിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് ഇങ്ങനെ നമ്മളുടെ ഷോൾഡറിൻ്റെ അതേ സെയിം മെഷർമെൻറ്റ് നമുക്ക് ആം റൗണ്ടായിട്ട് ചെയ്യണതിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കാൻ പോണേ. അത് 8.5 ഇഞ്ചാണ് വരണത്. കൂടാതെ നമ്മൾക്ക് എക്സ്ട്രാ നമുക്ക് വേണ്ട സീം അലവൻസ് കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ഇഞ്ച് സീം അലവൻസ് ഇടുന്നുണ്ട്. ബെസ്റ്റിൻ്റെ മെഷർമെൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാനിവിടെ 9 എടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മളുടെ സീം അലവൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് 2 ഇഞ്ചാണ്. സെയിം തന്നെ 2 ഇഞ്ച് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ടോട്ടൽ ലെങ്ത്താണ് ഇനി എടുക്കാൻ പോകുന്നത്. ഇത് ഫസ്റ്റിന് എടുക്കേണ്ടതാണ്, ബട്ട് ഞാൻ ഇപ്പോഴാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ 16 എടുക്കണേ. ഞാൻ 15 ആദ്യം ഇട്ടു, പിന്നെ 16 എടുക്കാൻ വിചാരിച്ചു. ഇനി അഥവാ കൂടുതലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. വേസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ എക്സ്ട്രാ വരുന്ന സീം അലവൻസ് അത് ഞാൻ 2 തന്നെയാണ് എടുക്കണത്. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി അത് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യണം. ആം റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മളുടെ അതിൻ്റെ മിഡിൽ പോയിൻ്റൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് കർവ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മളുടെ കറക്റ്റ് ഫിറ്റായിട്ട് നമ്മളുടെ ടോപ്പ് ഇരിക്കുള്ളൂ. ഇനി നമ്മൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ നെക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. 3 ഇഞ്ചസാണ് ഞാൻ അതിനായിട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനതൊരു 6.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മാർക്കിംഗ് എല്ലാം ഞാൻ റഫായിട്ട് ചെയ്യണതാണ്. കറക്റ്റ് മെഷർമെൻറ്റ് പറയണത് മാത്രമേ ഉള്ളൂ. അത് നേരെ നിങ്ങൾ ന്യൂസ് പേപ്പറിലോട്ട് വരച്ചാൽ മാത്രം മതി. ഇനി ഫസ്റ്റ് വരച്ചിട്ടുള്ള ലൈൻ ഉണ്ടായിരുന്നില്ലേ, ആ ലൈനുമേക്ക് നേരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. സെയിം തന്നെയായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. 3 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളൊരു 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ലൈന് നേരെ നമ്മളുടെ നെക്കിൻ്റെ എൻഡ് പോർഷനിലേക്കാണ് വരച്ച് കൊടുക്കണത്. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ നെക്കാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരച്ച് കൊടുക്കുക. ഞാൻ ഈ കർവ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഏകദേശം ഒരു വി നെക്കാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ ആ നെക്കിൽ നിന്നിട്ട് ഒരു 2 ഇഞ്ച് ഇടവിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ കുറച്ച് ഹാഫ് പോർഷൻ വരെയെങ്കിലും നമ്മളിങ്ങനെ 2 എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മൾക്കൊരു ജസ്റ്റ് ഇങ്ങനെ പെന്നുകൊണ്ട് ഇങ്ങനെ വരച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് നേരെ നമ്മളുടെ ആം റൗണ്ടിലേക്ക് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇതൂടെ കഴിഞ്ഞ് നമ്മളുടെ ഏറെക്കുറെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പ്രിൻസസ് കട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റും കൂടെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അതിന് വേണ്ടി ബ്രസ്റ്റ് പോയിൻ്റാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ ടോപ്പിൻ്റെ എൻഡിലേക്കും നേരെ 4 ഇഞ്ച് തന്നെ എടുത്തിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ആം റൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ടോപ്പിൻ്റെ എൻഡ് ഭാഗത്തുനിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾക്കൊരു മിഡ് പോയിൻ്റ് വരെയൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് നമ്മൾക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അതും കൂടെ കഴിഞ്ഞ് നേരെ ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ മാർക്കിംഗ് കഴിയും.
ഞാനിപ്പോൾ ജസ്റ്റ് ഈ പെന്നിട്ട് കുത്തി വരഞ്ഞ ഭാഗമില്ല, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൽ വരുന്നത്. പ്രിൻസസ് കട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെയല്ല ചെയ്യണത്, ഞാൻ പാഡ് വെച്ചിട്ടാണ് ചെയ്യണത്. എനിക്ക് ആകെ വേണ്ടത് ബ്രസ്റ്റിൻ്റെ മിഡ് പോയിൻ്റ് മാത്രമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ന്യൂസ് പേപ്പറിലാണ് ചെയ്തതെന്നുള്ളത്. ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ പെന്നിൻ്റെ കളറൊന്നും ഇതിൽ പിടിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ റഫായിട്ട് ചെയ്തത്. ഇനി നമ്മൾക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യണം. ബാക്ക് ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ട് നേരെ ഇങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോണേ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മളുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകണമെന്നുള്ളത്, നമ്മൾ പാഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതും അതേപോലെ നമ്മളുടെ ബാക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പോകണമെന്നുള്ളതും ഒക്കെ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.